ഇതാണ് ഞാൻ ജനിച്ചത് സെൻറ്റ് ലൂക്ക് ഹോസ്പിറ്റൽ പത്തനംതിട്ട. എൻ്റെ പേരൻസിൻ്റെ ആദ്യ കുട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ലാളിച്ചാണ് എന്നെ വളർത്തിയത്. ഉടനെ തന്നെ ഞങ്ങൾ ദുബായിലേക്ക് ചേക്കേറി. എൻ്റെ പപ്പയ്ക്ക് അവിടെ ഡിഫൻസിലായിരുന്നു ജോലി. അപ്പോൾ എന്നെ അവിടെ ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളിൽ ചേർത്തു. ക്ലാസ്സിൽ നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു ഞാൻ. പപ്പയ്ക്ക് ഉച്ചവരെ ഉള്ളായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പാർക്കിലും ഷോപ്പിങ്ങിനും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു എന്നെ. അങ്ങനെ ഒരു 4th സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എന്നെ നാട്ടിൽ വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. കാരണം എൻ്റെ അനിയത്തിമാരുണ്ടായപ്പോൾ അവർക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അങ്ങനെ തിരുവല്ലയിലുള്ള ഒരു ബാലികാ മഠത്തിൽ എന്നെയും എൻ്റെ അനിയത്തിയെയും ചേർത്തു. അതൊരു വല്ലാത്ത വിഷമം തന്ന വർഷങ്ങളായിരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ ഹൈസ്കൂളിൽ ഞാൻ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ അടൂരിലാണ് പഠിച്ചത്. അപ്പോഴേക്കും ഞാൻ മമ്മിയുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. 10th ശേഷം സയൻസ് ഗ്രൂപ്പ് എടുത്തു. കാലിക്കറ്റ് കോളേജിലായിരുന്നു. ചെറുപ്പം മുതലേ ഡാൻസ് വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് അവിടുത്തെ ഹോസ്റ്റൽ ആനുവൽ ഡേയ്സിനൊക്കെ കളിച്ച ഡാൻസ് ഫോട്ടോസൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചെങ്കിലും ഞാൻ ചെന്നുപെട്ടത് ലോ പഠിക്കാൻ കേരള ലോ അക്കാഡമി ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ 5 വർഷം ഹോസ്റ്റലിലായിരുന്നു. ഹിസ്റ്ററിയും പൊളിറ്റിക്സും സോഷ്യോളജി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർബിട്രേഷന്, ക്രിമിനൽ, സിവിൽ ലോ, ജൂറിസ്പ്രുഡൻസ്, കോമൺ ലോ ഒക്കെ എങ്ങനെയൊക്കെയോ പഠിച്ച കാലം. അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിരുന്നെങ്കിലും 3rd റാങ്കിൻ്റെ മാർക്കായി ഗ്രാജുവേറ്റഡായി ഞാൻ. ഇതൊക്കെ 5 വർഷത്തെ ഓർമ്മകളാണ് കേട്ടോ. ഫെയർവെല്ലിന് ആദ്യമായി സാരി ഉടുത്തതും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതും പിന്നെ ഇത് ഒരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയതും മ്യൂസിയം കാണാൻ പോയതും ഒക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം. അവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ കല്യാണം നടത്തി. കാരണം വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നു ഞാൻ. വേഗം കല്യാണം കഴിക്കണമെന്ന് വീട്ടുകാർ. ആ സമയത്ത് ചെറുക്കിന് കൊടുക്കാൻ വേണ്ടി എടുത്ത ഫോട്ടോയാണിത് കേട്ടോ. ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഔട്ട്ഫിറ്റ്. 2 മാസം കഴിഞ്ഞപ്പോൾ കല്യാണവും നടന്നു. കല്യാണം കഴിഞ്ഞ അടുത്ത വർഷം തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ മോളുണ്ടായി. പിന്നെ അവളായിട്ടാണ് ഞങ്ങൾ ഹണിമൂൺ ഊട്ടിയിലും പിന്നെ വണ്ടർല അങ്ങനെയൊക്കെ പോയത്. അവൾക്ക് 2 വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾ മസ്കറ്റിലേക്ക് വന്നു. പിന്നീട് 2ാമത്തെ മകളും ജനിച്ചു. അന്ന് മുതൽ മസ്കറ്റിൽ കഴിയുന്നു. 2ാമത്തെ മോൾക്ക് 1 വയസ്സൊക്കെ ആയപ്പോൾ ഞാനിവിടെ ലോ ഫേമിൽ ജോലിക്ക് കയറി. ഇവിടുത്തെ കൊളീഗ്സാണ് ഇവർ. 2 മുതൽ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഭരതനാട്യം ക്ലാസ്സിന് ചേർന്നു. ചിലങ്ക പൂജയും കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മമ്മി ഞങ്ങളെ വിട്ടുപോയി. ആ ഒരു സങ്കടം ഒഴിച്ചാൽ ദൈവം എത്രത്തോളം നടത്തിയതിന് നന്ദി മാത്രം. ഈ ഷോർട്സിൽ എൻ്റെ ലൈഫ് മുഴുവൻ കാണിക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാലും എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാമെന്ന് ഓർത്തു. ജീവിതത്തിൽ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും എപ്പോഴും സന്തോഷമായി ഫാമിലിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് സിമ്പിളായി ഞാൻ പറയും.